എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MTVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിൽ അങ്ങനെ 5ഓളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട്. രാവിലെ 9 തൊട്ട് 11 വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയാണ്. അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെ കോളോ ടിപ്പോ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ്. അപ്പോൾ ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ്, ടെൻഷൻ ട്രേഡ് എടുക്കുന്നവർ, മോർണിംഗ് പ്രോഫിറ്റ്, ഈവനിങ് ലോസ്, അപ്പോൾ ഒരു മെൻറ്റർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം. ഏവർക്കും സ്വാഗതം. നമുക്ക് മുമ്പോട്ട് പോകാം. അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാം, മനസ്സിലാക്കാം, ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നമുക്ക് വ്യൂവിലേക്ക് പോകാം. ഓക്കെ, മാർക്കറ്റ് -7.5, അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു SMA ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രീവിയസ് ക്യാൻഡലിൻ്റെ അല്ല, SMA മാർക്കറ്റ് മുട്ടി നിൽക്കുകയാണ്. ഇവിടെ 2 ക്യാൻഡലിൻ്റെ ലോ വന്നിട്ടില്ല. അതായത് രാവിലത്തെ 12:30-ൻ്റെയും 12:15-ൻ്റെയും 2 ലോ മാർക്കറ്റ് ക്ലിയർ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നിലവിലുള്ള SMA ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ കുറച്ച് ഡൗൺ ഒന്ന് ആവാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അല്ലെങ്കിൽ ഇത് നേരെ പോയി ലോ കട്ട് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ചു. സ്റ്റിൽ RSI P സൈഡിലാണ്. അപ്പോൾ നമ്മളുടെ താഴത്തെ സപ്പോർട്ടുകൾ നമുക്ക് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ആദ്യത്തെ സപ്പോർട്ട് ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ 24,250. അതേപോലെ തന്നെ അവിടെ ഒരു സോൺ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. 24,250 അല്ല 24,250, 24,240, 10 പോയിൻറ്റിൻ്റെ സോണാണ്. ഈ 10 പോയിൻറ്റിൻ്റെ സോൺ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ മാർക്കറ്റ് 24,197 മാർക്കറ്റ് ഫാൾ ആവുന്നത്. അതിനുള്ള സ്പേസസ് ആണ് താഴെ കിടക്കുന്നത്. അത്രയും സ്പേസ് ഉണ്ട് മാർക്കറ്റിൽ. അതേപോലെ തന്നെ നിൽക്കുന്ന ഈ ഒരു സോണ് സപ്പോർട്ടായിട്ട് ആക്ടിവേറ്റ് ചെയ്താൽ മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ടും ആയിരിക്കും മാർക്കറ്റ് പോകുന്നത്. അത് 24,307 എന്നുള്ള കൺസോൾട്ടേഷൻ സോണായിരിക്കും. അവിടെ നിന്നും മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാലേ മാർക്കറ്റ് മുകളിലത്തെ ഈ ഒരു സോണിലേക്ക്, ഇന്നലെ നമ്മൾ ഡേ ഹൈ സോണിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ. അത്രേ ഉള്ളൂ. വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും മാർക്കറ്റിലില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം. ന്യൂട്രൽ ഓപ്പൺ ആണ്. 5 മിനിറ്റിൽ RSI എവിടെയാ, സി സൈഡിലേക്കാണ് ക്രോസ് ഓവർ ആവാൻ വേണ്ടി നിൽക്കുന്നത്. 5 മിനിറ്റ് ആണ്.
നമ്മൾ ഇന്നലെ 15 മിനിറ്റിൽ പെട്ടുപോയി. ആദ്യം ഒന്ന് പാനിക് ആയായിരുന്നു. അപ്പോൾ പിയുടെ സ്ട്രൈക്ക് വന്നിട്ട് പിയുടെ സ്ട്രൈക്ക് സിയുടെ സ്ട്രൈക്ക് 24,050. അതൊന്ന് വേണമെങ്കിൽ മാറ്റി പിടിക്കാം. നോക്കട്ടെ, വേറെ ഡെൽറ്റ വാല്യൂ കൂടുതലുള്ളത് 24,200ൻ്റെ സ്ട്രൈക്ക് 143, 24,100, 227. അപ്പോൾ 24,100ൻ്റെ സി നമുക്ക് നോക്കാം. പിയിൽ ഇത് തന്നെ മതി. പിയിൽ മാർക്കറ്റിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ മാർക്കറ്റ് ഡൗണിലേക്ക് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത് 155 താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയാൽ. ഇപ്പോൾ സ്റ്റിൽ RSI ഡൗണിലേക്കാണ് നിൽക്കുന്നത്, പക്ഷെ അത് ഏത് നിമിഷവും തിരിച്ചൊരു റിവേഴ്സ് ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് പിയിൽ. അപ്പോൾ അതേപോലെ ഈ ബോക്സ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയാൽ, അതായത് 150 താഴത്തോട്ട് പോയാൽ മാത്രമേ പി ഡൗൺ ആവത്തുള്ളൂ. അല്ലാത്ത പക്ഷം പിയുടെ ടാർഗറ്റ് ലെവൽ എന്ന് പറയണത് 305 ഒറ്റയടിക്കൊന്നുമല്ല, സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് മാർക്കറ്റ് വരത്തുള്ളൂ. 324,500 പിയുടെ സ്ട്രൈക്ക്. അതിൻ്റെ ടാർഗറ്റ് 305 നിലവിൽ നമ്മൾ മാർക്ക് ചെയ്ത് വരിക്കണം. 305, 315 ലെവലുകളൊക്കെയാണ് അതിൻ്റെ ടാർഗറ്റ് ലെവലായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. അതിൻ്റെ ഇടയ്ക്ക് 280 അല്ലെങ്കിൽ അതിന് താഴെ 262 കൺസോളേഷൻ സോണൊക്കെ ഉണ്ട്. അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. അപ്പോൾ ഇതാണ് നമുക്ക് മേജർ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 296. അതിന് മേളിലോട്ട് പോയാൽ 312 വരെ സ്കോപ്പ് കിടപ്പുണ്ട്. അതിന് മേളിലോട്ട് പോയാൽ 355 മാർക്കറ്റ് ടച്ച് ചെയ്യാൻ കിടപ്പുണ്ട്. അപ്പോൾ സീനെ സംബന്ധിച്ച് സ്റ്റിൽ RSI സി സൈഡിലേക്ക് തന്നെയാണ് RSI നിൽക്കുന്നത്. അപ്പോൾ 210 താഴത്തോട്ട് പോയാൽ മാത്രമേ നമ്മൾ പി കോൺസെൻട്രേഷൻ ചെയ്യേണ്ട കാര്യമുള്ളൂ. കാരണം സി 210 താഴത്തോട്ട് ഫാളാവണം. 210 താഴത്തോട്ട് ഫാളായാൽ മാത്രമേ അത് 145 ഭാഗത്തേക്കോ അല്ലെങ്കിൽ 130 ഭാഗത്തേക്കോ സി ഡൗൺ ആവത്തുള്ളൂ. അതായത് 210 താഴെ ക്യാൻഡിൽ ക്ലോസ് കൂടെ ചെയ്യണം കേട്ടോ. വലിയ ക്ലോസിങ്ങോ ചെറിയ ക്ലോസിങ്ങോ അല്ല, ക്ലോസിങ് ആവണം. അതിൻ്റെ ലെങ്ത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഏകദേശം പറയാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു 194, 206. അപ്പോൾ 206 താഴെ ക്യാൻഡിൽ ക്ലോസ് ആയി 194 കൂടെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് സി ഡൗൺ ആവത്തുള്ളൂ. പിന്നെ ഒരു സ്ട്രോങ് സപ്പോർട്ട് ലെവൽ എന്നുള്ളത് 187 മാത്രമേ ഉള്ളൂ. മാക്സിമം ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ. അവിടെ നിന്ന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് 175 145 130 മാർക്കറ്റ് ഫാൾ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നേരെ മറിച്ച് ഈ RSI സിയിൽ ക്രോസ് ഓവറായി റെഡിലേക്ക് കയറി നിൽക്കുന്ന ലെവല് സി കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടാർഗറ്റ് എന്ന് പറയണത് ഫസ്റ്റ് ടാർഗറ്റ് ഏകദേശം 240 233 അതുക്കും മേലെ പോയി കഴിഞ്ഞാൽ 275, അതുക്കും മേലെ പോയി കഴിഞ്ഞാൽ 310, അതുക്കും മേലെ ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 914 ആയിട്ടുണ്ട്. 325 അതുക്കും മേലെ പോയാൽ ഓക്കെ, മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ നിലവിലെ ക്യാൻഡിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് താഴത്തോട്ട് വരും എന്നുള്ള പ്രതീക്ഷയിൽ വേണം നമ്മൾ സി ആണെങ്കിലും എടുക്കാനായിട്ട്. ആദ്യത്തെ ഒരു ട്രിഗർ പ്രൈസ് എന്ന് പറഞ്ഞാൽ 240 മുതൽ 45 വരെ. നിലവിലുള്ള ക്യാൻഡിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അതായത് സിയുടെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇപ്പം ഇന്നലെയും ഇതേപോലെയായിരുന്നു മാർക്കറ്റ്. ഇന്നലെ റെഡോട് കൂടിയിട്ടാണ് വന്നത്. റെഡിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്യണ്ടായില്ല. ഇന്ന് ഗ്രീനോട് കൂടിയാണ് ക്യാൻഡിൽ ഫോം ചെയ്തിരിക്കുന്നത്, പക്ഷേ ലോവർ വിക്ക് സിയുടെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇപ്പം മാർക്കറ്റ് സിയുടെ ഏരിയ നിലവിലത്തെ ക്യാൻഡിൽ നമുക്കൊരു ഗ്രീനായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം അതിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് കാരണം
ആ 210 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ പി ഇ നിലവിലുള്ള ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ 219. അപ്പോൾ 219 ഭാഗത്തേക്ക് ഒരു വലിവ് വരും. ഇപ്പോൾ 209 നിൽക്കുന്നത്. അത് 215 മുകളിലോട്ട് പോയാൽ തിരിച്ച് ഒരു വലിവ് വരും. ആ വലിവും കൂടെ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് 231 പി ഇ മൂവ് ചെയ്യുന്നത്. കാരണം റീക്രോസ് ഓവർ പിയിൽ വന്നിട്ടുണ്ട്. കാരണം സീല് നമ്മൾ നോക്കുന്നില്ല. കാരണം സീല് അതിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ട് ആ ലോവിലേക്ക് മാർക്കറ്റ് പോവും. ഇപ്പോഴും സീല് ഗ്രീനിലേക്ക് കയറിയിട്ടില്ല. റെഡിലേക്ക് കയറിയാൽ മാത്രമാണ് നമുക്ക് സി ഒരു മൂവ് ആയി എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് പിയിൽ തിരിച്ചു വലിവ് വരും. ആ വലിവാണ് ഇപ്പോൾ പിയിൽ തിരിച്ചുണ്ട്. അതിലൊരു 10 പോയിന്റ് വല്ലതും കിട്ടിയാൽ കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. കാരണം അതിൻ്റെ ഓപ്പൺ പ്രൈസിലേക്ക് ആ ഒരു വലിവ് വന്നപ്പോൾ ചെറിയ പോയിന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടി എന്ന് മാത്രമേ ഉള്ളൂ. ഇനി പിയിൽ അടുത്തൊരു മൂവ്മെൻ്റ് ഉള്ളത് 225 എക്സ്പാൻഷൻ ആവാനുണ്ട്. അതായത് 223 ബ്രേക്ക് ചെയ്ത് 225 ബ്രേക്ക് ചെയ്താൽ 230 അങ്ങനെയായിരിക്കും ആ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് പിയിൽ പോണത്. 227 ആയിട്ടുണ്ട്. എന്തായാലും നമ്മൾ RSI റെഡിലേക്ക് കയറാതെ സി കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. 206 194 അതിന് താഴത്തോട്ടും കൂടെ ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ പി ഇ നമ്മൾ പറഞ്ഞ ലെവലിലേക്കായിരിക്കും പി ഇ മൂവ് ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ലെവലാണ് 206 194 എന്നുള്ളത്. അത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് പോയാൽ പിന്നെ 188 147 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത്. ഇവിടെ റീക്രോസ് ഓവർ പിയിൽ വന്നിട്ടുണ്ട്. നമ്മളത് ഓൾറെഡി പറഞ്ഞു വെച്ചതാണ്. അതായത് ഒന്നും തീരുമാനമൊന്നും ആയിട്ടില്ല, റീകർവ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന്. ഇപ്പം മാർക്കറ്റ് 231 എന്നുള്ള റെഡ് ലൈൻ ഇപ്പോഴാണ് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു 10-12 പോയിന്റ് ഈസി ആയിട്ട് നമുക്ക് പിയിൽ ആ തിരിച്ചുള്ള വലിവിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇന്നലെ അപ്ലൈ ചെയ്ത അതേ കാര്യം. ഇന്നലെ സിയിൽ പക്ഷേ കുറച്ച് ഡൗണിലേക്ക് പോയിട്ടാണ് വന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് ആ നിൽക്കുന്ന ക്യാൻഡിൽ തന്നെ അങ്ങനത്തെ ഒരു മൂവ് വന്നിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ റിവേഴ്സ് വരുമെന്ന് പറഞ്ഞ് സിയിലെടുത്തായിരുന്നു. ആ മെത്തേഡ് തന്നെയാണ് ഇന്ന് ആ പിയിൽ അപ്ലൈ ചെയ്തത്. പക്ഷെ ഇന്ന് തിരിച്ചു വന്നു. ഇന്നലെ തിരിച്ചു വന്നില്ല, ഇന്ന് തിരിച്ചു വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി 231 മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം. അടുത്ത ഒരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 231 ബ്രേക്ക് ചെയ്ത് 231 ബ്രേക്ക് ചെയ്താൽ 241 അടുത്ത മൂവ്മെൻറ്റ്. രണ്ടാമത്തെ കേസ് 15 മിനിറ്റ്സിൽ SMA ടച്ച് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ പിയിൽ തന്നെയാണ് താൽക്കാലികമായിട്ട് മൂവ് കാണുന്നത്. ഇപ്പോൾ ഒരു സപ്പോർട്ട് സോണിലാണ് 15 മിനിറ്റ്സ് നിൽക്കുന്നത്. നമ്മൾ എന്തായാലും ഉടനെ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തിട്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല നിലവിലത്തെ സാഹചര്യം കണ്ടിട്ട്. കാരണം ഇവിടെ നമുക്ക് 5 മിനിറ്റ് എന്നുള്ളത് 15 മിനിറ്റ്സിലേക്കൊന്ന് മാറ്റുമ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാൻ പറ്റും. നമ്മൾ പിയിലേക്ക് ഇന്ന് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു ലോങ് ഹോൾഡിങ് ഇന്നലെ സിയിൽ ലോങ് ഹോൾഡിങ് കിട്ടിയ പോലെ ഇന്ന് പിയിൽ ഒരു ലോങ് ഹോൾഡിങ് കിട്ടുമോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. സിയിലാണെങ്കിൽ നമ്മൾ മാസീവ് മൂവ്മെൻ്റ് ഒന്നും താൽക്കാലികമായിട്ട് പ്രതീക്ഷിക്കുന്നില്ല. RSI 15 മിനിറ്റ്സിൽ RSI പീക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അത് ക്രോസ് ഓവർ ആവാതെ നമ്മൾ സിയിലേക്ക് ചാടിക്കേറി എൻട്രി എടുത്തിട്ട് കാര്യമൊന്നുമില്ല.
എന്നുവെച്ചാൽ ഒഴുക്കിനെതിരെ നീന്തുന്ന പോലെ ആവും. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ബ്ലൂ ലൈനൊക്കെ അങ്ങ് മാറ്റിയേക്കാം. ഇനിയിപ്പോൾ ഞാൻ അവിടെ ലൈൻ ഇട്ടു എന്ന് വെച്ചിട്ട് സിക്കൊരു തടസ്സം ആവണ്ട. അങ്ങനെയെങ്കിലും RSI സിയുടേത് റെഡിലേക്ക് കയറണം. റെഡിലേക്ക് കയറി ഒന്ന് സ്റ്റേ ആവാതെ നമുക്ക് ഒരു കാരണവശാലും സിയിലേക്ക് നോക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയ ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ടുണ്ട്. ഇവിടെയും ഒരു വലിയ ഗ്രീൻ ക്യാൻഡിൽ തന്നെയാണ്, പക്ഷെ അതിൻ്റെ കുറേ ഭാഗത്ത് വിക്കാണെന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു ഡോജി ക്യാൻഡിൽ ഇവിടെ വന്നിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ ഡോജി വരുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഇവിടെ ഒരു വലിയ ഗ്രീൻ ക്യാൻഡിലാണ്. അപ്പോൾ അടുത്ത ക്യാൻഡിൽ വലിയ റെഡ് ക്യാൻഡിൽ ആവുമോ അതോ ഇവിടെ നിന്ന് റിവേഴ്സ് ആവുമോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ആകെ വന്ന് ഇടിച്ച് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത് 235 വരെ, 25 മുതൽ 35 വരെ മാർക്കറ്റ് വന്നിട്ടുള്ളൂ. പക്ഷേ 240 ഒരു സ്പേസ് മാർക്കറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ 240 കൂടെ ബ്രേക്ക് ചെയ്തൊരു മൂവ് കിട്ടിയാലാണ് ആ പിയുടെ മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് മുകളിലോട്ട് പോകത്തുള്ളൂ. നമുക്ക് 235 ബ്രേക്ക് ചെയ്യാതെ നമ്മൾ ചാടി കയറി സിയിലേക്ക് നോക്കേണ്ട ഒരു കാര്യമില്ല. 235 ബ്രേക്ക് ചെയ്യാതെ നമ്മൾ സിയിലേക്ക് നോക്കിയിട്ട് കാര്യമില്ല. മാർക്കറ്റ് ഓൾറെഡി 240 പിയിൽ ഏകദേശമൊക്കെ ഹിറ്റ് ചെയ്ത് നിൽക്കുന്ന ലെവലിലാണ്. അടുത്ത ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 21 മിനിറ്റിൽ RSI ക്രോസ് ഓവർ താഴത്തോട്ടാണ്, 15 മിനിറ്റ്സിൽ ക്രോസ് ഓവർ താഴത്തോട്ടാണ്, 30 മിനിറ്റിൽ ഒരു SMA താഴത്ത് ഓൾറെഡി നിൽപ്പുണ്ട്. പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഇന്നലെ കയറിപ്പോയ 2 ക്യാൻഡിലിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ താൽക്കാലികമായിട്ട് രാവിലെ തന്നെ പിയിൽ കോൺസെൻട്രേഷൻ ചെയ്തതിൻ്റെ റീസൺ. 240 കൂടെ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അത് സസ്റ്റെയിൻ ചെയ്ത് അങ്ങ് പോകത്തുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ ഒരു ഡോട്ട് ഉണ്ട്. ഇവിടെ ഒരു 184 ഒരു റെഡ് ഡോട്ട് ഉണ്ട്. ആ ഡോട്ടും കൂടെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വരണം എന്നുള്ള പ്രതീക്ഷയിലാണ് നമുക്ക് നിൽക്കുന്നത്. അപ്പോൾ 240 എന്ന് പറയുമ്പോൾ 238.50, 239, 239.40 അങ്ങനെയൊക്കെ ചിലപ്പോൾ മിച്ചം വെക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ പല സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. ഹൈ വോളിയം സ്പേസാണ് കിടക്കണേ. നല്ല രീതിയിലൊരു വോളിയം കയറിക്കഴിഞ്ഞാൽ 2-3 ക്യാൻഡിൽ കൊണ്ട് സാധനം 296 വരെ വന്നേക്കാം. ഹൈ വോളിയം കയറണം, എങ്കിൽ മാത്രമാണ് ആ ഒരു ബിഗ് മൂവ്മെൻറ്റ് മാർക്കറ്റിൽ ഉണ്ടാകത്തുള്ളൂ. ഇരുന്നൂറ്റി 241 വരെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. അത് 250 എക്സ്പാൻഷനായി നിൽപ്പുണ്ട്. അതിനി 9:25 ഇനി 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഒരു സെറ്റിലിനുള്ള ടൈമുണ്ട്. 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഒന്ന് സെറ്റിൽ ചെയ്ത് നിൽക്കും. ചിലപ്പോൾ 249 പോയി സെറ്റിലാവും, അല്ലാന്നെങ്കിൽ ഇവിടെ ഒന്ന് സെറ്റിലായിട്ടായിരിക്കും. പിന്നെ നമ്മൾ ഒരു എൻട്രി എടുത്തു കഴിഞ്ഞ ഉടനെ നമ്മുടെയൊക്കെ ഒരു ആഗ്രഹമുണ്ട്, എൻ്റെ ടാർഗറ്റ് 25 പോയിൻ്റ് ആണെങ്കിൽ അത് സിംഗിൾ മൂവ്മെൻറ്റിൽ കയറി ചെന്ന് മുട്ടണം. ആ ചിന്തകളും കാഴ്ചപ്പാടുകളൊന്നും ശരിയല്ല. ഇനി മാർക്കറ്റ് സെറ്റിൽ ചെയ്യാനുള്ളൊരു ടൈമുണ്ട്. കാരണം ഇവിടെ ഒരു റെഡ് ഡോട്ട് ഉണ്ട്. ആ ഡോട്ടിൻ്റെ ഏരിയ ഒരു ഇത്തിരി കോംപ്ലിക്കേറ്റഡാണ്. അതും കൂടെ ബ്രേക്ക് ചെയ്തൊന്ന് മാർക്കറ്റ് താഴത്തോട്ട് വരണം. ഞാൻ എന്തായാലും ഉടനെ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. സിയിൽ ഇനി ഒരു സ്കാൽപ്പിംഗ് പോയിൻ്റ് ഉണ്ടെങ്കിൽ തന്നെ എവിടെയാണ് ഹൗസിൻ്റെ ചാർജൊക്കെ തീർന്നു. 220 ബ്രേക്ക് ചെയ്താൽ മാത്രം 225 228 ഒരു സ്കാൽപ്പിംഗ് ഉണ്ടാവും. കാരണം ഇവിടെ സിയിൽ വീണ്ടും റെഡിലേക്ക് കയറാനായിട്ടുള്ളൊരു സ്കോപ്പിൽ നിൽക്കുകയാണ്. അതാണ് 5 മിനിറ്റിൽ ഇവിടെ ഒരു സെറ്റിലിൻ്റെ ടൈം വരും. 240 ലെവൽ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഹയർ ടൈം ഫ്രെയിം പീക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ 220 ബ്രേക്ക് ചെയ്യാതെ ഒരു കാരണവശാലും സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ നമ്മളുടേതായിട്ടുള്ള 21 പോയിൻ്റ് ആദ്യമേ കോൺസെൻട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന കേസേ ഉള്ളൂ. 210 മുതലുള്ളതാണെങ്കിലും ഇരുന്നൂറ്റി 227 അല്ല 927
കാരണം എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡൗണിൽ നിന്ന് ഒരു എൻട്രി മാർക്കറ്റ് ഓപ്പൺ ചെയ്തെടുത്താലും 21 പോയിന്റിൽ ഇപ്പോൾ ഒരു 5 ലോട്ടാണ് എടുക്കണമെങ്കിൽ 21 പോയിന്റിൽ ഒരു 3 ലോട്ടങ്ങ് കൊടുക്കും. ബാക്കിയുള്ളത് കോസ്റ്റ് ടു കോസ്റ്റോ 2 പോയിന്റോ കയറ്റി വെച്ചിട്ട് ഈ 15 മിനിറ്റ്സിൻ്റെ RSI ക്രോസ് ഓവർ ആവുന്നത് വരെ ഹോൾഡ് ചെയ്യും. അപ്പോൾ ആ ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഒന്നെങ്കിൽ 305 296 ടാർഗറ്റ് ഹിറ്റ് ചെയ്യും, ഇല്ലാന്നുണ്ടെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ് അടിക്കും. ഈ രണ്ട് തീരുമാനങ്ങളാണ് പൊതുവേ ഞാൻ ചെയ്യാറ്. ബാക്കി ഓരോരുത്തരുടെ മൈൻഡ് സെറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. 21 പോയിന്റിൽ ഇറങ്ങാം, 21 പോയിന്റ് മാക്സിമം കൊടുക്കാം. ഡിപ്പെൻസ് അപ്പോൺ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഞാൻ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് 21 പോയിന്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് കിട്ടുന്നത് ബോണസാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അത് കിട്ടാൻ വിധിയുണ്ടെങ്കിൽ കിട്ടണം, ഇല്ലെങ്കിൽ വേണ്ട, ദാറ്റ്സ് ഓൾ. 21 പോയിന്റ് എന്തായാലും കിട്ടണം. അതിന് മേലെ കിട്ടുന്നത് നമ്മളുടെ ടൈമും നമുക്ക് വിധിച്ചിട്ടുണ്ടതോ വിധിക്കാത്തതോ സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ 21 പോയിന്റ് കിട്ടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 220 നിന്ന് എടുത്തു കഴിഞ്ഞാൽ 247 വരെ, അതായത് 27 പോയിന്റ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ഈ 250 മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ട്. ആ ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് ഇനി ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ വരുള്ളൂ, സെറ്റിൽ ചെയ്തിട്ടൊക്കെ വരത്തുള്ളൂ. പിയിലൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. പിയിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഈ നിലവിലുള്ള ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ്. ഇത് ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്താൽ നെക്സ്റ്റ് ക്യാൻഡിൽ 250 എന്തായാലും മാർക്കറ്റ് ടച്ച് ചെയ്യണം. 247 മുതൽ 250 വരെ ഒരു ചെറിയ സ്കാൽപ്പിംഗ് പോയിന്റ് ഉണ്ട്. അപ്പോൾ 247 250 വരെ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ കോസ്റ്റ് ടു കോസ്റ്റ്, അതായത് 246 245 നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഇടാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ മേ ബി ചിലപ്പോൾ 250 നിന്ന് ചിലപ്പോൾ ഒരൊറ്റടിക്ക് പോയി മാർക്കറ്റ് നിൽക്കുന്നത് എവിടെ ആയിരിക്കാം, ഒരു വേ പോകാനുള്ളത് 320 വരെ മാർക്കറ്റ് പോകാനായിട്ടല്ലോ, സോറി 271 270 വരെ മാർക്കറ്റ് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതായത് 247 250 ഒരു ചെറിയ സ്പേസ്. അപ്പോൾ 247 250 ചെല്ലുമ്പോൾ ഉടനെ നമുക്ക് കോസ്റ്റ് ടു കോസ്റ്റോ അല്ലെങ്കിൽ 2 പോയിന്റോ സ്റ്റോപ്പ് ലോസ് മനസ്സിൽ കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഒറ്റയടിക്ക് സാധനം സിംഗിൾ ക്യാൻഡിലിൽ 270 വരെ പോകാനായിട്ടുള്ള സ്കോപ്പ് ഉണ്ട്. കാരണം ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം എന്തോ ദുരുദ്ദേശമുണ്ട്. ക്യാൻഡിൽ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുക. കാരണം 250 മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ട്, അത് ടച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനിടയ്ക്ക് സ്റ്റോപ്പ് ലോസ് ഹണ്ട് അടിച്ചിട്ട് പോകണോ അതോ ഡയറക്റ്റ് 270 ഇട്ട് പോകണോ എന്നറിയാൻ വേണ്ടി മാർക്കറ്റ് ഇങ്ങനെ ആലോചിച്ചിരിക്കുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന് ഉദ്ദേശിക്കുന്നത് യെല്ലോ വന്നാലും വരാതിരിക്കട്ടെ, എന്നാലും നമ്മളത് പ്രതീക്ഷിക്കണമല്ലോ. അങ്ങനെ വന്നാലും ഒരു 222 220 ഭാഗത്തേക്ക്, ആ ഒരു ഭാഗത്തേക്കായിരിക്കും സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരുന്നത്. സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരുന്നത് 218 ഭാഗത്തേക്കായിരിക്കും. നമ്മളങ്ങനെ പറഞ്ഞു വെക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. വരുമോ വരാതിരിക്കുമോ സെക്കൻഡറി, നമ്മളൊരു പ്ലാൻ ബി നമ്മളവിടെ തയ്യാറാക്കി വെക്കുന്നതെന്നേ ഉള്ളൂ. സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരികയാണെങ്കിലും 218 ഭാഗത്തേക്കായിരിക്കും ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരുന്നത്. അപ്പോൾ 215 ബ്രേക്ക് ചെയ്താൽ സി 215, അതായത് പിയിൽ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് 218 വരുവാണെങ്കിൽ മാത്രം സി ചിലപ്പോൾ ഒരു 212 ബ്രേക്ക് ചെയ്താൽ, 212 ഏകദേശം ഒരു 210 215 ഇത് അവിടെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ 212 വേണോ 15 വേണോ എന്ന് തീരുമാനിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവിടെ അങ്ങനെ വന്നത്. അപ്പോൾ ആ ഒരു ലെവൽ 212 13 ബ്രേക്ക് ചെയ്താൽ സി 215 221 വരെ പോയേക്കാം, അല്ലാതെ പോവില്ല. എന്ന് വെച്ച് അത്ര പോകുമെന്ന് പറഞ്ഞ് ഇപ്പോഴേ ചാടിക്കയറി അതിനകത്ത് ഇരിക്കേണ്ട കാര്യമില്ല. ആ ഏരിയ വന്നാൽ മാത്രമേ നമ്മൾ സീനെ പറ്റി ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ പി തന്നെ നോർമലി 15 മിനിറ്റ്സിൽ RSI ഹൈവേ സൈഡിലേക്ക് കയറിയിട്ടുണ്ട്.
അപ്പോൾ സിംഗിൾ ക്യാൻഡിലാണ് 296 300 ഭാഗത്തേക്ക് പോകേണ്ടതായിട്ടുണ്ടെങ്കിൽ പിക്ക് കുറച്ച് ഊർജം കരുതേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ പിയിലൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരുമെന്ന് മാത്രം നമ്മൾ കണക്ക്. എപ്പോഴും അങ്ങനെയില്ല, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് നമ്മളൊന്ന് മനസ്സിൽ കരുതിയിരിക്കണം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എപ്പോഴും നമുക്കൊരു പ്ലാൻ ബി വേണം. ഇങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കാനുള്ള പോസിബിലിറ്റി ഇല്ലേ എന്നൊരു പ്ലാനിങ് നമുക്കുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നമുക്ക് പ്രോഫിറ്റബിൾ ആക്കി എടുക്കാം. അത്രേ ഉള്ളൂ. SMA അതായത് 30 മിനിറ്റിൻ്റെ SMA 24,230 മാർക്കറ്റ് നിൽക്കുന്നത് 24,268. അതായത് 30 പോയിൻ്റ് താഴെയാണ്. അതേപോലെ 21 മിനിറ്റ്സിൽ 256, 10 പോയിൻ്റ് താഴെയാണ് നിൽക്കുന്നത്. ഗുളിക ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് സിയിലൊരിക്കലും ഒരു മൂവ്മെൻ്റ് ഒന്നും ആയിട്ടില്ല. RSI ഒന്നാമത് RSI ക്രോസ് ഓവർ ആവണം. 210 മുകളിലോട്ട് പോയാൽ 215 വരെയുള്ള 12 തൊട്ട് 15 വരെയുള്ള ഒരു താൽക്കാലിക മൂവ്മെൻറ്റ്, പിന്നെ 215 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് നിന്നാൽ മാത്രമാണ് ആ മൂവ്മെൻറ്റ് 245 സി പോകത്തുള്ളൂ. കാരണം ഇവിടെ ഒരു ഡൈവർജൻസ്, ചെറിയൊരു വേരിയേഷൻസ് മാത്രമേ വന്നിട്ടുള്ളൂ. 212, 220, 219. അതായത് നമ്മൾ പിയിലൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പ്രതീക്ഷിച്ചു. അതേപോലെ സിയിലെ മൂവ്മെൻറ്റ് നമ്മൾ 210 മുതൽ 215 വരെ പ്രതീക്ഷിച്ചു. RSI ക്രോസ് ഓവർ ആയിട്ടുണ്ട്. കാരണം അത്രയും നേരം RSI താഴെ നിന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നിൽക്കുന്നതിൽ എന്തോ ഒരു പന്തികേടുണ്ടെന്ന് നമുക്ക് മനസ്സിലായത്. എന്താണ്ട് ആർക്കട്ടാണ് വെച്ചേക്കണതെന്ന് മാത്രമേ നമുക്ക് അറിയാതെ ഉള്ളൂ. സി കാർക്കട്ടാണോ വെച്ചേക്കണത്, പി കാർക്കട്ടാണോ വെച്ചേക്കണതെന്ന് നമുക്ക് അറിയാൻ പാടില്ല. നമ്മൾ പിയിൽ എന്തുകൊണ്ടാണ് മെജോറിറ്റി പോർഷൻ കൊടുത്തിട്ട് ബാക്കി മാക്സിമം ട്രെയിൽ ചെയ്ത് നിലവിലുള്ള 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലിൻ്റെ ലോ ക്ലിയർ ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് താഴത്തേക്കുള്ള ഒരു ഡംപ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ട്. 210 മുതൽ 215 വരെയും 215 ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ 245 വരെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അപ്പോൾ അതിൽ ഫസ്റ്റ് സെക്കൻഡ് സപ്പോർട്ട്, തേർഡ് സപ്പോർട്ട് എല്ലാം സിയിൽ പിയിലും എടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പ്രതീക്ഷിച്ചത് 3 സ്ഥലത്തേക്കാണ്. 217, 205, 200 ഭാഗത്തേക്ക്. ആ 200 ഭാഗത്തേക്ക് വന്നപ്പോഴാണ് അത് ഓൾറെഡി 233 വരെ മാർക്കറ്റ് പോയത്. RSIയിൽ ചെറിയൊരു ക്രോസ് ഓവർ മടക്കം വന്നിട്ടുണ്ട്. ഇത് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇനി കുറച്ച് നേരം സിയിലായിരിക്കും മൂവ്മെൻറ്റ്. എനിക്ക് തോന്നുന്നു ഓൾറെഡി സിയിലും പിയിലും കൂടെ ആണെങ്കിലും നമുക്ക് ഓൾറെഡി 21 പോയിൻറ്റിന് മേലെ ക്യാച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. RSI ഓൾറെഡി വീണ്ടും റെഡിലേക്ക് കയറാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. സിയുടെ RSI വീണ്ടും റെഡിലേക്ക് കയറാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് പി വരും, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് SMA 21 മിനിറ്റിൻ്റെ ക്യാൻഡിലിൽ SMA 24,257 ടച്ച് ചെയ്ത് ഇതുകൊണ്ടാണ് പിയിൽ 260 ആ ഭാഗത്തേക്ക് മാർക്കറ്റ് നമ്മൾ ആ 250 എന്തായാലും ടച്ച് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലായത്. അതിനുശേഷം 15 മിനിറ്റ്സിൽ ആദ്യത്തെ മൂവ്മെൻറ്റ് മേളോട്ടുണ്ടായപ്പോഴേ നമ്മൾ പറഞ്ഞു തിരിച്ച് താഴത്തോട്ടുള്ള മൂവ്മെൻറ്റ് എന്തായാലും വരാൻ പോസിബിലിറ്റി ഉണ്ട്. ആ ഗ്രീൻ ക്യാനിൽ അത്ര സുഖമല്ല. നമ്മൾ 210 ബ്രേക്ക് ചെയ്താൽ മാത്രം സിയിൽ കോൺസെൻട്രേഷൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞത്. ആ 210 കോൺസെൻട്രേഷൻ ചെയ്ത ആ സി ആണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കണേ. ഇത് സസ്റ്റെയിൻ ചെയ്ത് RSI റെഡിലേക്കും കൂടെ കയറി കഴിഞ്ഞാൽ ഈ മൂവ് സസ്റ്റെയിൻ ചെയ്ത് അങ്ങ് പോവും. ഇപ്പം നമുക്ക് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെക്കലൊന്നും നടക്കുകയില്ല. കാരണം മാർക്കറ്റ് 243 മേളിൽ നിന്നാൽ മാത്രമാണ് നമുക്ക് 210 ഒക്കെ എൻട്രി കിട്ടിയിട്ടുണ്ടെങ്കിലും നമുക്കത് ട്രെയിൽ ചെയ്ത് വെക്കാനായിട്ട് പറ്റത്തുള്ളൂ. 245 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകണം, എങ്കിൽ മാത്രമാണ് ട്രെയിലിങ്ങിന് വാല്യൂ ഉള്ളൂ. അല്ലാത്ത പക്ഷം
കോസ്റ്റ് ടു കോസ്റ്റോ ഒരു പോയിന്റ് വെക്കൽ തന്നെ നിലവിൽ സിയിൽ സാധിക്കത്തുള്ളൂ. 245 മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നടപടി ഉണ്ടാക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കൂടാതെ 199.63 എന്നുള്ള ലെവല് മാർക്കറ്റ് താണ്ടണം താഴത്തോട്ട്. കാരണം 15 മിനിറ്റ്സിലൊരു മടക്ക് വന്നിട്ടുണ്ട്. 200 എന്നുള്ള സപ്പോർട്ടിലാണ് മാർക്കറ്റ് സപ്പോർട്ട് ചെയ്ത ആദ്യത്തെ റെസ്പെക്റ്റാണ്. അപ്പോൾ ഇവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്യണം മാർക്കറ്റ്. ഇനി 250 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് പിയിൽ സ്കോപ്പുള്ളൂ, അടുത്ത സ്കോപ്പുള്ളൂ. RSI ഓൾറെഡി സിയിലേക്ക് ഡൈവർജൻസ് ആയി നിൽക്കുകയാണ്. അടുത്ത 5 മിനിറ്റിൻ്റെ സിയുടെ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ വരും എന്നുണ്ടെങ്കിൽ നിലവിലുള്ള 2 ക്യാൻഡിലിൻ്റെ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ CE 245 251 മാർക്കറ്റ് മൂവ് ചെയ്യും. കാരണം ഇത്ര നേരം ഇവിടെ സ്റ്റേ ചെയ്ത് നിന്നപ്പോൾ നമ്മൾ ഏത് നിമിഷം സിയിലേക്ക് ഡൈവർജൻസ് വരും എന്നുള്ള കൺസെപ്റ്റോട് കൂടിയിട്ടാണ് പിയിൽ നമ്മൾ ചെറിയ ചെറിയ പോയിന്റുകൾ എടുക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ സിയിൽ 245 മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. ആ 245 ബ്രേക്ക് ചെയ്ത് ഇനിയൊരു മൂവ് സസ്റ്റെയിൻ ചെയ്ത് കിട്ടണം. ആദ്യത്തെ റെസ്പെക്റ്റാണ് ആ കണ്ടത്. ഇനി അഗെയിൻ 245 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 325 മാർക്കറ്റ് മൂവ് ചെയ്യണേ. RSI ഓൾറെഡി ഗ്രീനിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഇനി ഈ RSI ക്രോസ് ഓവർ ആവാതെ നമ്മൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. ഇത് ഫസ്റ്റ് ടാർഗറ്റാണ് 345 എന്നുള്ളത്. അപ്പോൾ 210 നിന്നാണെങ്കിലും ഈവൻ 215 നിന്നാണെങ്കിലും 15 10 25 10 35 10 45 30 പോയിന്റ് ഓൾറെഡി അവിടെ കിട്ടി ബോധിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ 210 കഴിയാതെ നോക്കുക വേണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. 210 കഴിഞ്ഞപ്പോൾ നമ്മൾ നോക്കി 245 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രെയിലിങ്ങിനുള്ള എന്തെങ്കിലും ചാൻസ് ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കി. RSI ക്രോസ് ഓവർ ആവുന്ന വരെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു വൈറ്റ് ഡോട്ടുണ്ട്. ആ വൈറ്റ് ഡോട്ടിലാണ് ഹിറ്റ് ചെയ്ത് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിജക്ഷനാണ് ആ കണ്ടത്. അതും ബ്രേക്ക് ചെയ്ത് ഒരു സ്ട്രഗിൾ കിട്ടിക്കഴിഞ്ഞാൽ 275 ആണ് കൺസോൾട്ടേഷൻ സോണ്. അതേപോലെ തന്നെ ഇന്നലെ മുട്ടാൻ മിച്ചം വെച്ചിട്ടുള്ളൊരു ഏരിയ ഉണ്ട്. ഇന്നലെ 310 വരെ പോകേണ്ട സാധനം ഇന്നലെ പോയില്ല. അപ്പോൾ അത് ഇന്നത്തെ RSIയുടെ ക്രോസ് ഓവറിനെ ബേസ് ചെയ്തിട്ട് പോവില്ല എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം. അതിനിടയ്ക്കുള്ള ഒരു സപ്പോർട്ട് സോണാണ് ഈ സോണായിട്ട് ഇവിടെ താഴെയുള്ളത്. ആ സോണും കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് താഴത്തോട്ട് ഫാളാവും. ഇല്ലെങ്കിൽ അവിടെ സപ്പോർട്ട് എടുക്കുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കി 5 മിനിറ്റിൻ്റെ കൺസോൾട്ടേഷൻ ആവുന്നതിന് ബേസ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം. അത് നമുക്ക് 5 മിനിറ്റിലേക്ക് മാറ്റി കഴിഞ്ഞാൽ കാര്യം അറിയാൻ പറ്റും. ക്രോസ് ഓവർ റെഡിലേക്ക് കയറി. ആ ഡമ്പാണ് ഈ ഇറങ്ങി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ. ഇനി പിയിൽ എപ്പോഴാണ് പിയിൽ തിരിച്ചു പോകുമോ? തിരിച്ചു പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടോ? 241 വരെ മാർക്കറ്റ് പോകാനായിട്ട് കിടപ്പുണ്ട്. PE 241 വരെ പോകാൻ കിടപ്പുണ്ട്. അത് എപ്പോഴാണ് പോണേ? ഇവിടെ ഇനി ഒരു RSI 50% താഴത്തുനിന്നോ ക്രോസ് ആവണം. ആ ക്രോസ് ആവുമ്പോൾ അത് ഈ ഭാഗത്ത്, അതായത് ഈ ബോക്സിനകത്ത് കൺസോൾട്ടേഷൻ സപ്പോർട്ട് എടുക്കുമോ എന്നുള്ള കാര്യങ്ങൾ അനുസരിച്ചിട്ടിരിക്കും ഇനി ബാക്കിയുള്ള മൂവ്മെൻറ്റ്. ഇപ്പം നമുക്ക് അരിമേടിക്കാനുള്ള ഫണ്ടൊക്കെ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞ കാരണം നമ്മൾ ഇനി വലിയ ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല. അപ്പം ഓൾമോസ്റ്റ് ലെവലൊക്കെ എത്തി നിൽക്കുകയാണ് മാർക്കറ്റ്. അതായത് 264 റീസൺ എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ PE ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം എടുത്ത് വെച്ചാൽ അത് ചിലപ്പോൾ 296 വരെ ഇനി കറങ്ങി തിരിഞ്ഞ് പോകണം. കാരണം RSI ഓൾറെഡി 5 മിനിറ്റിൻ്റെ ഡൗൺ എത്തി. അപ്പോൾ അതിൽ 2 മിനിറ്റും കൂടെ നോക്കിക്കഴിഞ്ഞാൽ RSI 2 മിനിറ്റിലൊരു ക്രോസ് ഓവർ ഒരു മോർണിംഗ് സ്റ്റാർ ക്രിയേഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു റിസ്കി 68 10 78 10 80 68 2 70 80 ഒരു 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ്. ഒരു 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഇവിടെ ഒരു PE എടുത്ത് ഹോൾഡ് ചെയ്താൽ അത് തിരിച്ച് 296 എത്തിയിട്ട് വിൽക്കാൻ പാടുള്ളൂ. ആ ഒരു മൈൻഡ് സെറ്റ് റിസ്കി ട്രേഡിൽ എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എടുക്കാം എന്ന് മാത്രമേ ഉള്ളൂ.
195 പോയിട്ട് ഒരു റിജക്ഷൻ എടുത്തിട്ടുണ്ട്. അതായത് പി 195.84 ഒരു ചെറിയ റിജക്ഷൻ വന്നിട്ടുണ്ട്. അത് ആദ്യത്തെ റെസ്പെക്റ്റ് ആണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. ആ 195ഉം 200ഉം കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള അടുത്ത റിജക്ഷൻ 211 നേരെ മറിച്ച് ഇതൊരു റീടെസ്റ്റ് ആണ്. അതായത് റീടെസ്റ്റ് ആയിട്ട് ആക്ടിവേറ്റ് ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിൽ തിരിച്ച് ഡൗൺ വന്നാൽ മാത്രമാണ് നമ്മൾ പാനിക് ആവേണ്ട കാര്യമുള്ളൂ. ഒരു 255 മേളിൽ മൂവ് ചെയ്താൽ മാത്രം CE 277 മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. കാരണം 5 മിനിറ്റിൻ്റെ RSI തിരിയോ അതോ ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണോ എന്നുള്ളത് അടുത്ത 2 ക്യാൻഡിലിനുള്ളിൽ അറിയാൻ പറ്റും. കാരണം CEയുടെ RSIയുടെ ക്യാൻഡിൽ ഓൾറെഡി ഹൈവേ സൈഡിലേക്കാണ് കയറിയിരിക്കണേ. എന്ന് വെച്ചിട്ട് അത് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 255 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഹൈവേയിൽ കയറിയതിൻ്റെ വാല്യൂ ഉള്ളൂ. നേരെ മറിച്ച് ഇവിടെ ക്രോസ് ഓവർ 5 മിനിറ്റിലൊരു പിൻബാർ സപ്പോർട്ട് എടുത്തത് കൊണ്ട് മാത്രമാണ് 5 മിനിറ്റിലൊരു പിൻബാർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പിൻബാർ 5 മിനിറ്റിലാണ് ക്രിയേറ്റ് ചെയ്തതെങ്കിലും 2 മിനിറ്റിൽ നമ്മൾ RSIയുടെ കൺഫർമേഷൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് ക്വിക്കായിട്ട് അവിടെ നിന്നൊരു ബൈ ഓപ്ഷൻ നമ്മൾ പറഞ്ഞത്. നിലവിലുള്ള മൂവ്മെൻറ്റ് 200 മുകളിൽ സസ്റ്റെയിൻ ചെയ്യണം. അടുത്ത റിജക്ഷൻ 211 ആണ്, അതായത് SMA ആണ്. അത് കഴിയുമ്പോഴുള്ള ചെറിയൊരു റിജക്ഷൻ 220 ആണ്. പിന്നെ 232 ഉണ്ട്, 250 ഉണ്ട്. അതൊക്കെ ബ്രേക്ക് ചെയ്ത് സ്മൂത്ത് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉച്ചയോടുകൂടി തടസ്സങ്ങളില്ലാതെ 296 312 എത്തുമാറാവട്ടെ. കാരണം ഇന്നലെ നമ്മൾ 2-3 മണിക്കൂർ ഹോൾഡ് ചെയ്തിട്ടാണ് 168 പോയിൻറ്റ് സിയിലെടുത്തത്. അപ്പോൾ അതിന് പകരം ഇന്ന് പിയിൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിൽ റിജക്ഷൻ 211 ആണ്. 211ൻ്റെ മുകളിൽ ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യണം. എന്നാൽ മാത്രമാണ് ആ പീക്ക് മൂവ്മെൻറ്റ് നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് കിട്ടും എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്തെ കേസ് സിയിൽ SMAയിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. സിയിൽ 217 ഭാഗത്ത് 217 ആയിട്ടില്ല, 220 ആയിട്ടുള്ളൂ. 217 SMA ഒരു സപ്പോർട്ടാണ്. ആ SMAയിൽ സപ്പോർട്ട് എടുത്ത് 210 എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ടും അവിടെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. 210 അതേപോലെ 217 എന്നുള്ള SMAയുടെ സപ്പോർട്ട്, ഇവിടെ ഒരു വൈറ്റ് ഡോട്ട്, ഇതൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ടാണ്. അപ്പോൾ വെരി നെക്സ്റ്റ് ക്യാൻഡിൽ അത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് സ്മൂത്തായിട്ട് പോന്നാൽ മാത്രമാണ് മാർക്കറ്റ് 142ലേക്ക് ഫാൾ ആവത്തുള്ളൂ. നേരെ മറിച്ച് നെക്സ്റ്റ് ക്യാൻഡിൽ സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു പോവുകയാണെങ്കിലും നമുക്കൊരു 240 255 കഴിഞ്ഞാൽ മാത്രമാണ് സിയുടെ മൂവ്മെൻറ്റ് അപ്സൈഡിലേക്ക് സ്റ്റാർട്ടായി എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതൊരു നമ്മളൊരു പ്രിക്കോഷൻ എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ക്വിക്കായിട്ടുള്ളൊരു ആക്ഷൻ എടുത്തത് കൊണ്ട് താഴത്തുനിന്ന് ഇപ്പോൾ ഒരു 182-ലോ 80-ലോ എടുക്കാൻ പറ്റിയാലും 19 പോയിൻറ്റ് ഓൾറെഡി പിയിൽ സിംഗിൾ ക്യാൻഡിലിൻ്റെ മൂവ്മെൻറ്റിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 211 ഒരു റിജക്ഷൻ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സീനെ സംബന്ധിച്ച് 205.33 എന്നുള്ളൊരു വൈറ്റ് ഡോട്ടിലാണ് റിജക്ഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ വെരി നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാലാണ് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് 219 232 250 ആ ഒരു ലെവലിലേക്കൊക്കെ മാർക്കറ്റ് മൂവ് ആവത്തുള്ളൂ. മാർക്കറ്റ് അടുത്ത റിജക്ഷൻ പോയിൻ്റ് ആയിട്ടുണ്ട് 219. ഇനി 219 ബ്രേക്ക് ചെയ്താൽ അടുത്ത കൺസോൾട്ടേഷൻ സോണ് മാർക്കറ്റ് 232 ആയിരിക്കും. അവിടെയും ബ്രേക്ക് ചെയ്താൽ 245, അവിടെയും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്മൂത്തായിട്ട് നമ്മൾ രാവിലെ മാർക്ക് ചെയ്തിരിക്കുന്നൊരു ലെവലുണ്ട് 296, ആ ഒരു ലെവലിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത്. അപ്പോൾ സീനെ സംബന്ധിച്ച് കഴിഞ്ഞാൽ അടുത്ത സപ്പോർട്ട് ഏരിയ എന്ന് വെച്ചാൽ 180 ആണ്. 180 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നിട്ട് മാർക്കറ്റ് 142 135 റീച്ച് ചെയ്യുന്നതനുസരിച്ചിട്ടിരിക്കും ആ സിയുടെ ടാർഗറ്റ് ലെവൽ അച്ചീവ് ചെയ്യുന്നത്. എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം. എക്സ്പയറി ഡേറ്റ് ആയതുകൊണ്ടാണ് മാർക്കറ്റ് 250 ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട്. 250 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 296ലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത്. 260 മാർക്കറ്റ് 287 ആയിട്ടുണ്ട്.
നമ്മുടെ ടാർഗറ്റ് 292 ആണ്. 300 ആയിട്ടുണ്ട്. 312 മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തു. നമ്മുടെ ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്മുടെ 312 ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 180-ലാണ് എടുത്തത്. 180 എക്സ്പയറി ആയതുകൊണ്ടാട്ടോ ഇത്രയും വലിയ മൂവ്മെൻറ്റ് വന്നത്. മാർക്കറ്റ് മുട്ടേണ്ട ഇടം മുട്ടാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മളെടുത്തത് 10.15 ക്യാൻഡിലാണ്, 180-ലാണ് നമ്മളെടുത്തത്. 180 മൈനസ് 312 ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് 132 പോയിൻറ്റ്. അത് ട്രെയിൽ ചെയ്ത് നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോവിലേക്ക് ട്രെയിൽ ചെയ്ത് വെച്ചാലും മതി. അതവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കണം. ഇനി അടുത്ത ടാർഗറ്റ് 355 ട്രെയിൽ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ എവിടം വരെ കിട്ടുമോ അവിടം വരെ കൊണ്ടുപോകാൻ പറ്റണം. ഇനി വേറെ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇനിയുള്ള റിജക്ഷൻ ഉള്ളത് ഇപ്പോൾ ഒരു റിജക്ഷൻ പോയിൻ്റ്, അത് ബ്രേക്ക് ചെയ്താൽ 340 കഴിഞ്ഞാൽ 355. അപ്പോൾ മാക്സിമം ഒരു 312 ഇറങ്ങിയാലും വലിയ പ്രശ്നങ്ങളില്ല. അല്ലെങ്കിൽ പിന്നെ 296-ലാണ് നമുക്ക് ട്രെയിൽ ചെയ്ത് വെക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൂ. അല്ലാതെ വേറെ ഏരിയാസ് ഒന്നുമില്ല. അപ്പോൾ മാർക്കറ്റ് നമ്മൾ 296 മാർക്കറ്റ് ടച്ച് ചെയ്തില്ല, അത് വേറെ തിരിച്ചിറങ്ങി. അത് നമ്മൾ സിയിലും എടുത്തു. നമ്മൾ ചെറിയ ടൈം ഫ്രെയിമിൽ RSI ക്രോസ് ഓവറായി. റിസ്ക് ആൻഡ് ഹോൾഡാണ് പറഞ്ഞത്. വല്ലപ്പോഴും കിട്ടുന്ന അവസരങ്ങളാണ്. അത് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കയറ്റി വെച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ മാർക്കറ്റ് 332-ലാണ് നിൽക്കുന്നത്. ഈ മാർക്കറ്റ് പോകാനുള്ള ഹയർ ലെവൽ ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 412-ആണ്. കാരണം RSI ഓൾറെഡി ക്രോസ് ഓവർ ആയിട്ടേ ഉള്ളൂ. അതേപോലെ ഇതൊരു സേഫ് സോണാണ്. ഇപ്പം നമുക്ക് ട്രെയിൽ ചെയ്ത് വെക്കണം. കാരണം സിയിൽ നമ്മൾ 135 142 ഭാഗത്താണ് ഒരു സപ്പോർട്ട് സോൺ പറഞ്ഞിരിക്കണേ. ആ ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ എവിടം വരെ വരും എന്നുള്ള കാര്യങ്ങൾ പറയാൻ പറ്റില്ല. അതിനെ ടാലി ചെയ്തിട്ടുള്ള ഒരു ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ലെവലെന്ന് പറഞ്ഞാൽ 90-ആണ് അടുത്ത സപ്പോർട്ട് ലെവലായിട്ടുള്ളത്. അപ്പോൾ മാർക്കറ്റ് 340 റീച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 305-ലേക്കോ 315-ലേക്കോ മാക്സിമം ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് ഒന്നെങ്കിൽ 315-ൽ ഇറങ്ങാം, അല്ലെങ്കിൽ അത് ഹോൾഡ് ചെയ്ത് 412 നമ്മൾ ഇന്നലെ വരച്ച് വെച്ചിരിക്കണം. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് നല്ലൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 412 വരെ മാർക്കറ്റ് മൂവ് ചെയ്യും. ട്രെയിൽ ചെയ്ത് കൊണ്ടുപോലെ നടക്കത്തുള്ളൂ. കാരണം ട്രെയിലിംഗ് കോസ്റ്റ് തന്നെ 50 പോയിൻറ്റിൻ്റെ അടുത്ത് വരും. നമ്മൾ ഇന്നലെ ഓൾറെഡി വരച്ച് വെച്ചതാണ് 412. അപ്പോൾ ഈ മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ മേജറായിട്ടുള്ള ഒരു ഡബിൾ ടോപ്പ് ഉള്ളതെന്നുള്ളത് 412 മാത്രമാണ്. 412 കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ പോണത് 564-ലേക്കായിരിക്കും. ഇപ്പോൾ 394 ആയിട്ടുണ്ട്. 407 408 ഏകദേശം 412-ആണ്. അത് നമ്മൾ വരച്ചു വെച്ചിരിക്കുന്ന ലൈനാണ്. എന്നാലും ഏകദേശം 412 ലെവലിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് 564-ലാണ് അടുത്ത സ്പേസ് ഉള്ളൂ. കാരണം സിയിൽ 90-ആണ് ടച്ച് ചെയ്യാനായിട്ടുള്ളത്. 409.85 വരെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. ബഫർ സോൺ ഇട്ടിട്ട് നമുക്ക് സേഫായിട്ടുള്ളൊരു സോണാണ് 412 എന്നുള്ളത്. 412 അല്ല നിലവിൽ വന്നിരിക്കുന്ന ലെവൽ എന്ന് പറയണം, ബഫർ സോൺ മീറ്റ് ചെയ്തിട്ടാണെങ്കിലും. കാരണം സിയിൽ സപ്പോർട്ട് സോണായിട്ടുള്ളത് 90-ആണ്. 90 ഇവിടെ ഒരു ചെറിയൊരു കൺസോൾട്ടേഷൻ ഉണ്ട്. ഇവിടെ ഒന്ന് കുറച്ച് നേരം അവിടെ എന്തായാലും ഒന്ന് സ്ട്രഗിൾ ചെയ്യും. ആ 90 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ മാർക്കറ്റ് പിന്നെ വരാനുള്ളത് 12 ആ ലെവലിലേക്കാണ്. 90 കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് താഴത്തോട്ട് വരാനുള്ള സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 90 കഴിഞ്ഞാൽ പിന്നെ ഉള്ള സ്പേസ് 100, ആ 100-ലാണ് ഒരെണ്ണം, പിന്നെ 90, പിന്നെ 75-70-നെ ബേസ് ചെയ്തിട്ടാണ്. എന്നാൽ ഇവിടെ നമ്മൾ സേഫായിട്ട് മാക്സിമം ഇവിടെ ലോക്ക് ചെയ്യുക. മാക്സിമം ഇവിടെ ലോക്ക് ചെയ്തിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
ബ്ലൂ ലൈൻ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അത് ഇട്ടിട്ട് അവിടെ നിന്ന് പോകാതിരിക്കണ്ട നമ്മൾ കാരണം. നമ്മൾ ബ്ലൂ ലൈൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് റെസ്പെക്റ്റ് ചെയ്യും. അപ്പോൾ അത് പോകണമെങ്കിൽ പോട്ടെ. 564-ലേക്കുള്ളൊരു മൂവ് കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ കംപ്ലീറ്റ് ടാർഗറ്റും റീച്ച് ചെയ്തെടുത്തൂടെ. കാരണം RSI ക്രോസ് ഓവർ വന്നിട്ടേ ഉള്ളൂ. 427 നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോവിലേക്ക് വേണമെങ്കിൽ ട്രെയിൽ ചെയ്ത് വെക്കാം. നമ്മൾ തൊട്ട് മുമ്പ് ക്യാൻഡിലിൻ്റെ ലോവിലേക്ക് എങ്ങനെ ട്രെയിൽ ചെയ്ത് വെച്ചോ അതേപോലെ അടുത്ത ക്യാൻഡിലിൻ്റെ ലോവിലേക്ക് നമുക്ക് ട്രെയിൽ ചെയ്ത് വെക്കാം. ഇനിയൊരു മൂവ്മെൻറ്റ് പോയി കഴിഞ്ഞാൽ 564 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണം. എന്താണ് ഉദ്ദേശം എന്നൊന്നും അറിയില്ല. നമ്മൾ ന്യൂസും കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. എന്താണ് ഇവിടെ സംഭവിക്കണമെന്നൊരു പിടുത്തവും ഇല്ല. പുറത്ത് ഔട്ട് ഓഫ് ദ സിലബസിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടന്ന് കാണും. എന്നാലും 30 മിനിറ്റിൽ ഗ്യാപ്പ് ഫില്ലിങ് താഴെ കിടപ്പുണ്ട്. അതായത് ഗ്യാപ്പ് ഫില്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു ദൂരമാണ് ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടി താഴത്ത് കിടക്കണേ. അത് ലോക്ക് ചെയ്തിട്ടിട്ട് നമുക്ക് ഇൻഡെക്സിനെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ഇൻഡെക്സിൽ എന്താണ് സംഭവിക്കണമെന്ന് നോക്കാം. ഇൻഡെക്സിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഹിഡൻ റെസിസ്റ്റൻ്റ് ഏരിയ ഒക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് 24,034 ഒരു സപ്പോർട്ട് ലെവലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 23,991 ഉള്ളൂ. പിന്നെയുള്ള ഗ്യാപ്പ് ഫില്ലിംഗ് 23,960. കഴിഞ്ഞ ദിവസം 390 പോയിൻ്റ് 350 പോയിൻ്റ് ഗ്യാപ്പ് പോയ ആ സ്പേസിലേക്കാണ് മാർക്കറ്റ് ഫില്ല് ചെയ്യാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നും നിൽക്കണതായിട്ട് കാണുന്നില്ല. നമ്മൾ രാവിലെ പറഞ്ഞതാ, നമ്മൾ ഡിസിപ്ലിനാണ്. നല്ല പുള്ളായിട്ട് മാർക്കറ്റിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ കൊണ്ടുത്തരും മാർക്കറ്റ് എന്ന് പറയുന്നത് ഈ ഒരൊറ്റ കേസ് കൊണ്ടാണ്. ഈ ലോട്ടറി കോള് അല്ലെങ്കിൽ ഇതേപോലത്തെ മൂവ്മെൻ്റ് ഒക്കെ പലരും കണ്ടിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതേപോലത്തെ മൂവ്മെൻറ്റ് നമ്മൾ മുമ്പ് കണ്ട് ശീലിച്ച കാരണം അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കൊരു എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. മാക്സിമം ആൾക്കാരും ഇങ്ങനത്തെ ഒരു മൂവ്മെൻ്റ് ഒക്കെ കഴിയുമ്പോഴായിരിക്കും അതിനെപ്പറ്റി അറിയുന്നതോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് എടുത്തു വെച്ചിട്ട് ലോസ് ആവുന്നോ. ഇങ്ങനത്തെ ഒരു റൈഡിലൊക്കെ കയറിയിരിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും വേണം നമുക്കൊരു ഭാഗ്യം. കാരണം മാർക്കറ്റ് വന്ന് റിജക്റ്റ് ചെയ്ത് നിൽക്കുന്ന 70-ലാണ്. 75, 70 അതൊക്കെ ഓൾറെഡി നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. 100 കഴിഞ്ഞാൽ 90, 90 കഴിഞ്ഞാൽ 75, 75 കഴിഞ്ഞാൽ 70, 70 നിലവിലുള്ള ലോ ഇനി ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 62 ഭാഗത്തേക്ക് വരത്തുള്ളൂ. RSIയുടെ ആ ക്രോസ് ഓവർ ഓൾറെഡി വന്നിട്ടുള്ളൂ. RSI ഹൈവേയിലേക്ക് കയറിയിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇൻഡെക്സിൻ്റെ ചാർട്ടിൽ ഗ്യാപ്പ് ഫില്ലിങ്ങിനുള്ള സ്പേസ് കിടപ്പുണ്ട്. ഇവിടെ കൺസോൾട്ടേഷൻ എന്തായാലും ഒരു 5-8 ക്യാൻഡിൽ ഇവിടെ കൺസോൾട്ടേഷൻ വരും. ഇൻവെർട്ടർ ഫ്ലാഗ് പോലെയുള്ള പാറ്റേൺ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ കുറേ നേരം ഇവിടെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കും. അപ്പം മെജോറിറ്റി ആൾക്കാരും വിചാരിക്കും ഇത്രയും കയറിയതല്ലേ മാർക്കറ്റ് താഴത്തോട്ട് ഇറങ്ങുമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ആൾക്കാർ സി എടുത്ത് വെക്കും. ഒരൊറ്റയടിക്ക് സാധനം 564-ലേക്ക് പോകും. 360-ന് താഴെ വരാതെ നമുക്കൊന്നും ഇത് ഡൗൺ ആയി എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം ട്രെൻഡ് കണ്ടിന്യൂഷനിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. RSI ഹൈവേ സൈഡിലേക്ക് കയറി നിൽക്കുകയാണ്. രണ്ടാമത്തെ കേസ് നമ്മൾ 180-ൽ എടുക്കുമ്പോൾ 20 പോയിൻ്റാണ് ട്രെയിലെങ്കിൽ അത് 280-ലെത്തുമ്പോൾ 40 പോയിൻ്റ് ട്രെയിലാവും. അത് 360-ലെത്തുമ്പോൾ 60 പോയിൻ്റ് ട്രെയിലാവും. 460-ൽ എത്തുമ്പോഴത്തേക്കും നമുക്ക് 100 പോയിൻ്റ് ആയിരിക്കും ചിലപ്പോൾ ട്രെയിൽ ചെയ്ത് വെക്കേണ്ടി വരിക. കാരണം അവിടെ ഡെൽറ്റ വാല്യൂ ഫ്യൂച്ചറിന് ഇൻഡെക്സിനെ അപേക്ഷിച്ച് ആഡ് ചെയ്ത് നിൽക്കുന്ന കാരണം നമ്മൾ താഴെ എടുക്കുന്ന ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഒന്നും അവിടെ പറ്റാതെ അവിടെ വലിയ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് അല്ലെങ്കിൽ ഏരിയ ഉണ്ട്. അവിടെ വലിയ സ്പേസാണ് കിടക്കണേ. ഇൻഡെക്സിൻ്റെ ചാർട്ടിൽ നിലവിലുള്ള മൂവ്മെൻറ്റ് ഇവിടെ 24,110 എന്നുള്ള കൺസോൾട്ടേഷൻ സോണില്ല. ഇത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഗ്യാപ്പ് ഫില്ലിങ് 23,959-ലാണ് നിൽക്കണേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ PE ഈ മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ 564 വരെ മാർക്കറ്റ് മൂവ് ചെയ്യും വിത്ത് RSI ക്രോസ് ഓവറിനെ ബേസ് ചെയ്തിട്ട്. അത് വേണമെങ്കിൽ കുറച്ചും കൂടെ അക്യുറസി ആയിട്ട് മനസ്സിലാക്കാൻ 2 മിനിറ്റിലേക്ക് ആക്കി ഇട്ടാൽ മതി. നമ്മൾ 2 മിനിറ്റിൽ 180-ൽ എൻട്രി എടുത്തു, ഒരു ക്രോസ് ഓവർ
ബേസ് ഇനി ബേസ് ചെയ്ത് ട്രെയിൽ ചെയ്ത് വെക്കാൻ പറ്റുന്നത് 377ലേക്കാണ് നമുക്ക് ട്രെയിൽ ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻസേ ഉള്ളൂ. 370 താഴത്തോട്ട് പോയ ഫാള്, അതർവൈസ് ഈ ക്രോസ് ഓവർ റെഡിലേക്ക് കയറി കൺസോൾട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ബ്രേക്ക് ഔട്ട് 564. ഇപ്പോൾ ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. ഇവിടെയാണ് റെഡിലേക്ക് 2 മിനിറ്റിൻ്റെ RSI നോക്കിയിട്ടാണ് നമ്മൾ എൻട്രി എടുത്തത്. RSI നേരെ ക്രോസ് ചെയ്ത് ഗ്രീനിലേക്ക് കയറാൻ നോക്കുന്നു. അപ്പോൾ ഈ സമയത്ത് 2 പൊസിഷനാണ് ട്രെയിൽ ചെയ്യാനായിട്ടുള്ളത്. ഒന്ന് 376 സെക്കൻഡ്, കുറച്ചും കൂടെ കയറ്റി കഴിഞ്ഞാൽ ഒരു 405, അല്ലെങ്കിൽ മെജോറിറ്റി പോർഷൻ ഇവിടെ കൊടുത്തിട്ട് ബാക്കിയുള്ളതിൽ ഒരു 20% 405ൻ്റെ താഴെ എവിടെയെങ്കിലും ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ എക്സിറ്റ് ആവാം. അതല്ല ഗ്രീഡി ഇല്ല, എനിക്ക് ഇതുകൊണ്ട് മതിയെന്നുണ്ടെങ്കിൽ ഇവിടെ ആണ് നമ്മൾ ശരിക്കും എക്സിറ്റ് ആവേണ്ട പ്ലേസ്. അതായത് ക്രോസ് ഓവർ വരുമ്പോൾ അലർട്ട് ആവുക, ട്രെയിൽ ചെയ്ത് വെക്കുക, അടുത്തത് റെഡിലേക്ക് കയറുമ്പോൾ ട്രെയിലിങ് ടൈറ്റ് ആക്കുക, ദെൻ മെജോറിറ്റി പോർഷൻ കൊടുത്തിട്ട് ഹോൾഡ് ചെയ്യുക. അടുത്ത ബ്രേക്ക് ഔട്ട് കിട്ടുവാണെങ്കിൽ 564 580 ആണെങ്കിൽ എത്ര പോയിൻ്റാണ്? 180, 280, 380, 480, 580, 500 പോയിൻ്റ്. ഈസി ടെൻഷൻ ഫ്രീ റൈഡിങ്. $405 നമ്മൾ ട്രെയിൽ ചെയ്തേച്ചത്. കാരണം RSI റെഡിലേക്ക് ഗ്രീനിലേക്ക് കയറുന്നുണ്ട്. ഗ്രീനിലേക്ക് കയറി ഇനി താഴത്ത് പോയിട്ട് അത് തിരിച്ച് കറങ്ങി അടുത്ത ബ്രേക്ക് ഔട്ട് ഇനി 452 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 564ലേക്ക് പോവുള്ളൂ. പിന്നെ 5 മിനിറ്റ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ RSI സ്റ്റിൽ അപ്പർ സൈഡ് തന്നെ, ക്രോസ് ഓവറും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ RSI നോക്കി നമുക്ക് 21 പോയിൻ്റ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത്രയും പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഒട്ടും കുറവല്ല. ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടില്ല, 405 താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടില്ല. എന്നിരുന്നാലും ഹാപ്പി. അപ്പോൾ മാർക്കറ്റ് പോവുകയാണെങ്കിൽ 564 പൊക്കോട്ടെ. കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ നമ്മുടെ ലൈവിലേക്കോ നമ്മുടെ ചാർട്ടോ ഒക്കെ ആക്ടിവേറ്റ് ചെയ്യാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം, ലൈവിലേക്ക് കൂടാം. എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. എനിവേ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഈ ഒരു വ്യൂ നമ്മൾ പറഞ്ഞതായിരുന്നോ ഇല്ലയോ എന്നുള്ള ഡൗട്ടൊക്കെ പലർക്കും കാണാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പോസ്റ്റും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് 10:15 24,500 PE റിസ്ക് ഹോൾഡ്, 15 പോയിൻ്റ് SL, ടാർഗറ്റ് 296 312 നമ്മൾ പറഞ്ഞത്. മാർക്കറ്റ് 312 കഴിഞ്ഞ് ബ്രേക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ട്രെയിൽ ചെയ്ത് കൊണ്ടുപോവാണ് മാർക്കറ്റിൽ നമ്മൾ ചെയ്തത്. ഓക്കെ, അപ്പോൾ എനിവേ ഓൾ ദി ബെസ്റ്റ്.